എത്ര തവണയാണ് ഇങ്ങനെ മത്സരിക്കുന്നത്? എത്ര എവിടെ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ അവരങ്ങനെ ചോദിക്കുകയാണ് സാറേ. ചോദിക്കാൻ പാടില്ല. എന്നിട്ടും ചോദിച്ചാൽ എന്താ ചെയ്യുക? അൺമാർക്സിയനാണ്. ശരിക്കും എന്താ സാറേ സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? ജയിക്കണം. പാർട്ടി ലൈനിൽ നിയമസഭയിൽ പോയി പ്രസംഗിക്കണം. എന്തിനാ സാറേ മത്സരിക്കുന്നത്? അഴിമതിക്കെതിരെ. എങ്ങനെ? പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആവുന്ന എനിക്ക് സന്തോഷം. നമസ്കാരം. പ്രശസ്ത വിപ്ലവകാരി ജി സുധാകരൻ സാറിൻ്റെ പരിണാമമാണ് കേരളം മുഴുക്കെ ചർച്ച. ഒരൊറ്റ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിലൂടെ മൂപ്പര് കേരളത്തെ ഞെട്ടിച്ചു. പാർട്ടി ബന്ധം സമ്പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടതറിഞ്ഞ് നാടുനീളെ ജനം തെരുവിലിറങ്ങി. ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു, പ്രതിഷേധ യോഗങ്ങൾ കൂടപ്പെട്ടു, ലഘുലേഖകൾ വിതരണം ചെയ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, സംഗതി മൊത്തം മൂപ്പർക്കെതിരായിട്ടാണ് എന്ന് മാത്രം. എന്തായാലും പത്രങ്ങളായ പത്രങ്ങളിലെല്ലാം ജി സുധാകരൻ സാറിൻ്റെ വിപ്ലവകരമായ തീരുമാനങ്ങൾ വെണ്ടക്കായിൽ അണിനിരന്നു. എങ്ങനെയാണ് അതിവിപ്ലവകാരിയായ ഈ സഖാവ് ഇതുവരെ നടന്നെത്തിയിട്ടുണ്ടാവുക? റോസാപ്പൂ വിരിച്ച പാതയിൽ കൂടി നടന്നൊന്നുമല്ല. വളരെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങിയതാണ്. ഒരുപാട് മർദ്ദനങ്ങളും ഗുണ്ടായിസും ഒക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വിപ്ലവത്തിന്റെ ആന്റി ക്ലൈമാക്സ് വരെ എത്താനുള്ള യാത്ര കഠിനമായിരുന്നു. പക്ഷേ സ്വാഭിപ്രായങ്ങൾ നിർഭയമായി തുറന്നു പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ പറഞ്ഞാണ് വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. സാർ എല്ലായ്പ്പോഴും അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അഭിപ്രായം നിരന്തരം തുറന്നു പറയും. അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു, അതൊരു പ്ലസ് പോയിന്റ് ആണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഭയങ്കര പ്ലസ് പോയിന്റ് ആണത്. കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സിന്റെ അവസാന ഭാഗത്ത് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ സ്വാഭിപ്രായങ്ങൾ നിർഭയമായി തുറന്നു പറയും എന്നാണ്. അത് മാത്രല്ല, മൂപ്പര് അഴിമതി വിരുദ്ധ പോരാളിയാണ്. അഴിമതിക്കെതിരെ പോരാടിയതുകൊണ്ട് ഞാൻ അഴിമതിക്കെതിരെ പോരാടുന്നതാണ് മാധ്യമങ്ങളെല്ലാവരും. അതിൽ ഒരു വിട്ടുവീഴ്ച എല്ലാവരും. അതും ഒരു പ്ലസ് പോയിന്റ് ആണ് സാർ. അത് ജയിച്ച അസംബ്ലിയിൽ പോയാൽ ഇനിയും നടത്തും. അഴിമതിക്കെതിരെ സാമൂഹ്യ ജീവിതത്തിൽ നടത്തും, നിയമസഭയിൽ നടത്തും. അപ്പോൾ ഇനിയും അസംബ്ലിയിൽ പോകാൻ പോവാണോ? എന്താ ഇപ്പൊ മൂപ്പര് പറയുന്നേ? ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ വിപ്ലവമൊക്കെ മൂപ്പര് വിട്ടോടോ? ഏറ്റവും വലിയ ലക്ഷ്യം വിപ്ലവമാണ്, ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും എന്താ സാറേ സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? ജയിക്കണം. പാർട്ടി ലൈനിൽ നിയമസഭയിൽ പോയി പ്രസംഗിക്കണം. അത് ശരി. അപ്പൊ പാർട്ടി പരിപാടിയൊക്കെ ഉപേക്ഷിച്ചോ? എക്കാലവും നിയമസഭയിൽ ആ കസേരയിൽ പോയി ഇരിക്കുക എന്നതാണോ ഇപ്പോഴത്തെ പാർട്ടി പരിപാടി? പാർട്ടി പരിപാടി വിപ്ലവത്തിന്റെ തന്ത്രമാണ്. പാർട്ടി സ്ട്രാറ്റജി. അത് ശരി. വിപ്ലവത്തിനായുള്ള തന്ത്രമാണ് സീറ്റ് നേടിയെടുത്ത് ജയിക്കുക എന്നത്. ആ വിപ്ലവത്തിലേക്ക് ഓരോ നിമിഷവും പ്രവർത്തനം നടന്നെടുക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറിയും മറിഞ്ഞും എടുക്കുന്ന നിലപാടിനാണ് അടവ് ടാക്ടിക്സ് എന്നത്. അത് മാറിക്കൊണ്ടേയിരിക്കും. വെറുതെ തെറ്റിദ്ധരിച്ചു. ആ വിപ്ലവത്തിലേക്കുള്ള അടവ് നയമാണ് ഇപ്പോഴുള്ള സാറിന്റെ പരിപാടി. അയാൾക്ക് ഇനി എന്താ വേണ്ടത്? 2 തവണ മന്ത്രിയായില്ലേ? ചോദിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചോദിക്കുകയാണ്. അവരൊക്കെ എന്തായി ചോദിക്കുന്നത്? മത്സരിച്ചാൽ ജയിക്കുന്നവരെ മത്സരിപ്പിച്ചാൽ സീറ്റ് കിട്ടും എന്നുള്ള തത്വം എല്ലാവരും പറയുന്നുണ്ട്. അത് മാത്രം ആലോചിച്ചാൽ മതി. അത് പക്ഷേ ഒരാളും ആലോചിക്കുന്നില്ലല്ലോ. സാറിന് സീറ്റും കൊടുത്തില്ല, അതുകൊണ്ടല്ലേ സാറിന് ഇപ്പൊ മത്സരിക്കേണ്ടി വന്നത്, അല്ലേ സാറേ? പാർട്ടി സീറ്റ് ഉണ്ടായപ്പോഴേ ഞാൻ സ്വതന്ത്രണ്ടാകും. എങ്ങനെ സാറേ? പാർട്ടി സീറ്റ് ഉണ്ടായപ്പോഴേ ഞാൻ സ്വതന്ത്രണ്ടാകും. അത് ശരി തന്നെ. പാർട്ടി സീറ്റ് കൊടുക്കാത്തോണ്ടല്ലേ സാറ് മത്സരിക്കുന്നു പ്രഖ്യാപിച്ചത്, അല്ല സാറേ? അതപ്പോ പാർട്ടിക്കെതിരാവൂലേ? പാർട്ടിക്കെതിരായ മത്സരിക്കുന്നില്ല. പിന്നെ ആർക്കെതിരെയാണ്? അമ്പലപ്പുഴ CPM-ന്റെ സീറ്റ് അല്ലേ? അപ്പൊ സാറ് കൂടി ഉണ്ടെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടല്ലേ മത്സരത്തിൽ വരിക? അവിടെ പാർട്ടി സ്ഥാനാർത്ഥി ഉണ്ടാകുമല്ലോ. പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കട്ടെ. എന്തെന്നിപ്പോ സാറ് ഈ പറയുന്നേ? അത് പോട്ടെ. അല്ലപ്പാ, സാറിനെ പറ്റി അവർ പറയുന്നതേ എത്ര തവണയാണ് ഇങ്ങനെ മത്സരിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. എത്ര എവിടെ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ അവരങ്ങനെ ചോദിക്കുകയാണ് സാറേ. ചോദിക്കാൻ പാടില്ല. എന്നിട്ടും ചോദിച്ചാൽ എന്താ ചെയ്യുക? അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അൺമാർക്സിയനാണ്. എന്താല്ലേ സുധാകരൻ സാറ് ഈ സ്ഥാനമെല്ലാം വഹിക്കുമ്പോൾ അതൊന്നും കിട്ടാത്ത ഓരോ സഖാക്കന്മാർ ചോദിക്കുകയാണെന്ന് സാറിനെ അപമാനിക്കാൻ. അവിടെ MLA ആയില്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അൺമാർക്സിയനാണ്. പാർട്ടി വിരുദ്ധന്മാര് അങ്ങനെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ പാടുണ്ടാ? ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ പാടില്ല. എന്താല്ലേ? AKG മനോരമ വരെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. ആര്? AKG? അല്ല സാറേ, അത് AKG അല്ലേ? അതുപോലാണോ സാറ്? മരിക്കുന്ന ലെനിൻ റഷ്യയുടെ ഭരണാധികാരിയായിരുന്നു. അതായിപ്പോ 1917 റഷ്യൻ വിപ്ലവം നടന്നു. 1924 മൂപ്പര് മരിച്ചു. ആകെ 7 കൊല്ലം. അതുവരെ ഉണ്ടായ പ്രയത്നവും കഷ്ടപ്പാടൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സാറെങ്ങനെയാണ് മന്ത്രിയായി മാത്രം 10 കൊല്ലം, പിന്നെ ബാക്കിയുള്ള കൊല്ലം എത്ര കൊല്ലം? മാവോ ആയിരുന്നു, കാസ്ട്രോ ആയിരുന്നു, ഒച്ചുവിനായിരുന്നു. നിങ്ങൾ ഇത്രയും കാലം ഇരുന്നല്ലേ താഴെ ഇറങ്ങുകളാണെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ മുഖ്യമായി കാണുന്നതെന്ന് പറയുന്നത്, പാർലമെന്ററി അധികാര സ്ഥാനങ്ങളല്ലല്ലോ. അതുകൊണ്ടായിരിക്കൂലേ സാറിനോടും അവരൊക്കെ ഈ പറയുന്നത്.
ഇപ്പം തന്നെ സാറ് എത്ര തവണ മന്ത്രിയായി? അതിലും കൂടുതൽ വേണമെന്നാണോ ഈ പറയുന്ന സാറ്? 2 തവണ കൂടുതൽ മന്ത്രിമാരായവരില്ല. എൻ്റെ കൂടെ 2 തവണ മന്ത്രിയായ ആളല്ലേ ഐസക്. അയാളോട് എന്താ ചോദിക്കാത്തത്? ഐസക്കിനോട് ചോദിക്കണോ? അയാളോട് എന്തായാലും ചോദിക്കാം. അല്ല, പാർലമെന്റ് മത്സരിപ്പിച്ചല്ലേ പോകുന്നതിലിപ്പോൾ. അത് തോറ്റതല്ലേ? ലോക്സഭയിൽ സീറ്റ് പിടിക്കാൻ പോയിട്ട് തോറ്റതല്ലേ? അപ്പൊ എന്നോട് ചോദിക്കാൻ പാടില്ല. അത് പക്ഷേ അവർക്കറിയില്ല സാറേ. അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും അറിയാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതറിയാൻ പാടില്ലാത്തവർ തന്തയ്ക്ക് പിടിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതെല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മന്ത്രിയായില്ലേ, MLA ആയില്ല, ഇവിടെ എന്താ കുഴപ്പമില്ല? നല്ല റോഡും നല്ല പാലും നല്ല സർക്കാർ കെട്ടിടവും ഒക്കെ വന്നില്ലേ? അതന്നെ. സുധാകരൻ സാറില്ലെങ്കിൽ എന്തായിരുന്നേനെ കേരളത്തിന്റെ അവസ്ഥ? എന്തുമാത്രം അധ്വാനിച്ചു ഇതിനു വേണ്ടി, എന്തുമാത്രം കഷ്ടപ്പെട്ടു, അതൊന്നും പ്രശ്നമല്ല. എത്ര തവണ മന്ത്രിയായി, എത്ര തവണ MLA ആയി. വേറെ ആരെല്ലാം മന്ത്രി ഐസക് ആയില്ലേ? ഐസക്കാന്ന് തോന്നല്ലേ മൂപ്പരുടെ പ്രശ്നം? അത് പോട്ടെ. എന്തായാലും സാറേ, ഇതിലൊരു വൈരുദ്ധ്യം കിടപ്പില്ലേ? വിപ്ലവമാണ് പ്രധാന പരിപാടി എന്ന് പറയുക, എന്നിട്ട് സീറ്റ് തരുന്നില്ല, അതുകൊണ്ട് കോൺഗ്രസ് പിന്തുണയോടെ സ്ഥാനാർത്ഥിയാവുക. ഇതൊക്കെ എന്ത് പരിപാടിയാണ്? ഇതിലൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ? വൈരുദ്ധ്യമില്ലേ? വൈരുദ്ധ്യം. ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചതൊരു വൈരുദ്ധ്യമാണെങ്കിലും അതൊരു മേജർ കോൺട്രഡിക്ഷൻ അല്ല. പിന്നെ സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, 3 ലോക രാജ്യങ്ങളും സാമ്രാജ്യത്വ വൈരുദ്ധ്യങ്ങളും മൗലിക വൈരുദ്ധ്യമല്ല. മൗലിക വൈരുദ്ധ്യമില്ലെങ്കിലും സാറിന്റെ പാർട്ടി പരിപാടിയിലും വ്യക്തിഗത ലക്ഷ്യത്തിലും ഒരു വൈരുദ്ധ്യം കാണുന്നുണ്ട്. VSന്റെ പാർലമെന്ററി വ്യാമോഹത്തെക്കുറിച്ച് അടുത്ത കാലത്ത് പണ്ട് പറഞ്ഞതൊക്കെ ഇങ്ങനെ പാർട്ടിക്കാർ പൊക്കിക്കൊണ്ട് യൂട്യൂബിലൊക്കെ വാട്സപ്പിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടപ്പോൾ. ഈ പഴയതൊക്കെ എന്തിനാ പൊക്കിയെടുക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ചോദിച്ചാൽ പോലെ. എന്നാ ചോദിക്കാം, സാർ ഇപ്പം മത്സരിക്കുന്നത് സാറിന്റെ തന്നെ ഒരു സർക്കാരിന്റെ തുടർ സർക്കാരിനെതിരായിട്ടല്ലേ? സർക്കാരിനെതിരെ ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ പിന്നെ സാറ് മത്സരിക്കുന്നതോ സർക്കാരിനെതിരല്ലേ? ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയും അങ്ങനെ വോട്ട് കിട്ടുകയും അങ്ങനെ ഭരണത്തിലെത്തുകയും ചെയ്യുക എന്നതാണല്ലോ UDFന്റെ തന്ത്രം. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ശരിക്കും സാർ ആർക്കെതിരെയാണ് മത്സരിക്കുന്നത്? അഴിമതിക്കെതിരെ. അപ്പൊ 2ാം പിണറായി സർക്കാർ അഴിമതി സർക്കാരാണെന്നാണോ സാർ ഈ പറയുന്നത്? പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള പരിപാടിയാണെന്നൊക്കെയാണ് പാർട്ടിന്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്നിട്ടാ. പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാവുന്നത് എനിക്ക് സന്തോഷം. എങ്ങനെ പിണറായി മുഖ്യമന്ത്രിയാവുന്നത്? അപ്പൊ സാറ് അഴിമതിക്കെതിരെ മത്സരിക്കുമ്പോ എന്താ സംഭവിക്കുക? 3ാം പിണറായി സർക്കാരിന്റെ കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. അതാണ് പ്രശ്നം. അതായത് ശൈലജ ടീച്ചറോ ഐസക്കോ മറ്റോ മുഖ്യമന്ത്രിയാകാൻ പാടില്ല, പിണറായി തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന്. പിണറായിനെ മുഖ്യമന്ത്രിയാക്കാനാണോ ഇനി സാറ് മത്സരിക്കുന്നത്? ശരിക്കും എന്തിനാ സാറ് മത്സരിക്കുന്നത്? അഴിമതിക്കെതിരെ. ഇല്ലപ്പാ, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശരിക്കും സാറിന്റെ സഹോദരന്റെ കാര്യം തന്നെ എടുക്കാം. മൂപ്പര് രക്തസാക്ഷിയായത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയും KSUവും NDPയുടെ വിദ്യാർത്ഥി സംഘടനയും ചേർന്ന് നടത്തിയ ആക്രമണത്തിലാണ് എന്നാണല്ലോ ഇത്രയും കാലം സാർ പറഞ്ഞുകൊണ്ട് നടന്നത്, പാർട്ടി ക്ലാസ്സുകളിലടക്കം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ സാറിന് പരിഗണന കാര്യമായി തന്നെ കിട്ടുകയും ചെയ്തു. എന്നിട്ട് അത് ചെയ്തു എന്ന് പറയുന്ന ആളുകളുടെ പാർട്ടിയിലേക്ക് പോകുമ്പോൾ സഹോദരന്റെ രക്തസാക്ഷിത്വത്തെ ഒറ്റുകൊടുക്കുന്നല്ലോ എന്നാണ് പാർട്ടിക്കാരുടെ സങ്കടം. അതാണ് അവർ പറയുന്നത്. അന്നത്തെ കുറെ ഗുണ്ടാ പിള്ളേരല്ല ആ പാർട്ടിയിലൊക്കെ, പക്ഷേ LSSന്റെ ആ പ്രദേശത്തെ കുറെ നയപ്രമാണങ്ങളുടെ മക്കളാണ് മുമ്പന്തേലും ഉണ്ടാകുന്നത്. ഒരുത്തൻ ഇപ്പോഴും സമുദായ നേതാവാണ്. മനസ്സിലായി? അത് മനസ്സിലായി. പക്ഷെ ഇത്രയും കാലം കോൺഗ്രസ്സുകാരെ നോക്കിയാണ് സാർ എല്ലാ കൊല്ലവും പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അവരാരും ഒരു പ്രസ്ഥാനത്തിന് ഇല്ല, രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. അപ്പൊ ഇതുവരെ പറഞ്ഞത് മാറ്റി പറയുന്നത് കുഴപ്പമില്ല അല്ലെ? അതൊക്കെ രാഷ്ട്രീയമായ നിലപാടുകളാണ്. കാലം മാറി. പക്ഷേ രക്തസാക്ഷികൾ മാറുന്നില്ലല്ലോ സാറേ. സാറിനിപ്പം മത്സരിച്ച് ജയിക്കണം, അതിനാണ് ഇതെല്ലാം അല്ലേ? ഞാനത് നേരത്തെ പറഞ്ഞല്ലേ, ബാക്കി എല്ലാവരും കാശിപ്പാൻ വേണ്ടിയാ മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ? പിന്നെ നിന്നെ പറ്റി ഞാൻ പറഞ്ഞല്ലോ മറുപടി. ആകപ്പാടെ പറഞ്ഞ് സുധാകരൻ സാറിന്റെ വാർത്താ സമ്മേളനം അന്തവും കുന്തവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പിന്നിൽ നിന്ന് നിർത്തിക്കോളാൻ പറഞ്ഞ് ആളുകൾ വന്ന് തട്ടിത്തുടങ്ങിയിരുന്നു. ഇനി തട്ടലും മുട്ടലും ഒടുക്കം പ്രസ് മീറ്റ് അവസാനിപ്പിച്ച് മൂപ്പരുടെ സ്ഥലം വിടലും കാണേണ്ട കാഴ്ചയാണ്. ഈ നൂറ്റാണ്ടിൽ തന്ത്രപരമായി പിഴിച്ചുപോയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും ഗംഭീരമായ ഉദാഹരണം. ശ്രദ്ധിച്ച് നോക്കണേ, തുടക്കം മുതൽ നോക്കണേ. മത്സരിക്കുന്ന ആര് പറഞ്ഞു? സർക്കാരിന്റെ കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. നിങ്ങൾ അതൊന്നുമല്ല, പാർട്ടിയെ മോശപ്പെടുത്തിയ ഉദാഹരണം പറയാം. അത് ഇത്രയും നാളും പ്രവർത്തിച്ചത് ആരുടെ ഔദാര്യമാണ്? എന്റെ സ്വന്തം ഇച്ഛാശക്തിയാണ്. ഞാന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. സുധാകരൻ സാറിന് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.